നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട നെതന്യാഹു ഇറാന്റെ വ്യോമമേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നുവെന്നും അവകാശപ്പെട്ടു. നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെ ടെഹ്റാനിലെ ഇറാൻ ടെലിവിഷൻ ആസ്ഥാനത്ത് മിസൈൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണം. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ടെഹ്റാന്റെ വിവിധ മേഖലകളിൽ മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കി. ഇറാനെതിരായ ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിച്ചു. ഇസ്രായേലിനെതിരെയുള്ള പ്രതികാരം പൂർത്തിയാവുന്നതുവരെ അമേരിക്കയുമായി ചർച്ചകൾ നടത്തലെന്ന് വിവിധ രാജ്യങ്ങളിലെ ഇറാൻ നയതന്ത്രജ്ഞർ പ്രതികരിച്ചു. ഒമാൻ, ഖത്തർ തുടങ്ങിയ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളെ ഇറാൻ ഇക്കാര്യം അറിയിച്ചതായി നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി യുദ്ധം തുടരുന്നതിനിടെ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ പദ്ധതിയിലെന്ന് ആവർത്തിച്ച അദ്ദേഹം അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നവരാരും ഇറാന്റെ നയരൂപീകരണ സമിതികളിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം കനക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി 110 വിദ്യാർത്ഥികളുമായി ഒരു ബസ് അർമേനിയൻ അതിർത്തിയിലേക്ക് യാത്ര തിരിച്ചതായാണ് വിവരം. ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കം. 3000-ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട്. ഇസ്രായേൽ ആണവാക്രമണം നടത്തിയാൽ ഇറാനു വേണ്ടി പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന ഇറാന്റെ വാദം തള്ളി പാകിസ്ഥാൻ. ഇത്തരം വാഗ്ദാനങ്ങൾ ഇറാന് നൽകിയിട്ടില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി മാത്രമേ ആണവായുധം പ്രയോഗിക്കൂവെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കി. ഇന്ത്യയിലെ RSSഉം ഇസ്രായേലിലെ സയണിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയതെന്നും ഇസ്രായേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണമെന്നും ഇതിന് അവർക്ക് പിൻബലമാകുന്ന അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുന്നു. അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ മഴക്കെടുതിയിൽ 3 പേർ കൂടി മരിച്ചു. ആലപ്പുഴയിൽ കടലിൽ വീണ വിദ്യാർത്ഥിയും പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന വയോധികയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരനുമാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂർ ഒഴുക്കിൽപ്പെട്ട് തീർത്ഥാടകനെ കാണാതായി. കേരളത്തിലെ ഹൈസ്കൂളുകളിൽ പുതിയ സമയക്രമം നിലവിൽ വന്നു. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടി. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് വർദ്ധിച്ചത്. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പുതിയ പ്രവൃത്തി സമയം. 220 ദിവസം പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിലെ മാറ്റം. പരസ്യപ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 5-ന് നിലമ്പൂർ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രധാന സ്ഥാനാർത്ഥികൾ കലാശക്കൊട്ടിനെത്തുക. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോട്ടയത്തും കാസർഗോഡും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും.
ഇടുക്കിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. നീരൊഴുക്ക് കൂടിയതിനാലാണ് പൊന്മുടി അണക്കെട്ട് തുറന്നത്. ഒരു ഷട്ടർ 20 സെൻറ്റിമീറ്റർ ആണ് ഉയർത്തിയത്. സെക്കൻഡിൽ 15 ഘനമീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. ഈ സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിലമ്പൂർ UDF തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി നിലമ്പൂരിൽ UDF തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് CPM സെക്രട്ടേറിയറ്റ് MA ബേബി മതവിശ്വാസത്തെ വിശ്വാസത്തിനായി നിലമ്പൂരിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്നും MA ബേബി കുറ്റപ്പെടുത്തി. നിലമ്പൂർ ചന്തക്കുന്നിൽ വർഗീയതയ്ക്കെതിരെ LDF മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്ര മഴ പെയ്താലും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പാണെന്നും നമ്മൾ ഒരുമിച്ച് മത്സരിച്ച് ജയിക്കുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നും ഇടതു സ്ഥാനാർത്ഥി M സ്വരാജും പ്രസംഗത്തിൽ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരടക്കം മൊബൈൽ ഫോണിന് വിലക്കുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ പ്രത്യേകം സംവിധാനം ഒരുക്കുന്നതിനായി കമ്മീഷൻ നേരത്തെ കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു. പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് കോൺഗ്രസും CPMനുമെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത്. കേരളത്തിൽ പരസ്പരം എതിരാളികളെന്ന് നടിക്കുമ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനായി ഒരുമിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും CPMും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി BJP മാത്രമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന്റെ പൂട്ട് തകർത്ത് കയറി CPM പ്രവർത്തകർ CPM പതാക സ്ഥാപിച്ചു. കോൺഗ്രസ് വിട്ട കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാറും CPM പ്രാദേശിക നേതാക്കളും ചേർന്നാണ് പോലീസ് പൂട്ടിയ വാതിൽ പൊളിച്ച് കോൺഗ്രസ് ഓഫീസിനുള്ളിൽ കയറിയത്. കോൺഗ്രസ് കൊടിമരം കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശേഷം CPM പതാകയും ഫ്ലക്സും വെച്ചു. പാർട്ടി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കത്തിനെ തുടർന്ന് നേരത്തെ പോലീസ് ഓഫീസ് പൂട്ടിയിരുന്നു. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെ വിമർശിച്ച് ഹൈക്കോടതി. സംസ്ഥാനത്തെ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുരിതപൂർണമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിമർശനം ഉയർത്തിയത്. ദേശീയ പതാക സർവീസ് റോഡിലാകെ കുഴിയാണെന്നും ഇത് NHAI ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും സംസ്ഥാന റവന്യൂ മന്ത്രി K രാജൻ. മഴ തോർന്നാലുടൻ റീടാറിംഗ് ചെയ്യാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകി. കുഴിയടക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാമെന്ന് അവർ സമ്മതിച്ചുവെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. ഈ പ്രവൃത്തികൾ ജില്ലാ കളക്ടറും കമ്മീഷണറും ACPയും അടങ്ങുന്ന സമിതി നിരീക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 20 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. ഈ സർക്കാരിൻ്റെ 4 വർഷ കാലയളവിൽ 38,500 കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ആകെ ചെലവഴിച്ചത്. മെട്രോ സർവീസ് 8ാം വർഷത്തിലേക്ക് 2017 ജൂൺ 17 ആരംഭിച്ച മെട്രോ സർവീസാണ് വിജയകരമായ 8ാം വർഷം പൂർത്തിയാക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. വെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണാവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിൽ പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10ാം തീയതി ഗ്രീൻ ഷോപ്പിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങൾ നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.